യേശുക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, കൈത്താക്കാലം ആദ്യ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ക്രിസ്തുവിൽ സ്ഥാപിതമായി അപ്പോസ്തലന്മാരാൽ അടിസ്ഥാനമിട്ട് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന സഭ ലോകമെങ്ങും വളർന്ന് വിശ്വാസത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതാണ് ഈ കൈത്താക്കാലത്തിൽ നാം അനുസ്മരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമായ സഭയുടെ സ്ഥാപനം എപ്രകാരമായിരുന്നുവെന്ന് ഇന്നത്തെ ദൈവവചന ഭാഗങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അനാദി മുതലേ ദൈവം ഒരുക്കി ഉയർത്തിയ ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളുടെ തലവന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ട യാക്കോബിൻ്റെ 12 പുത്രന്മാരെയാണ് ഒന്നാമത്തെ വായനയിൽ നാം പരിചയപ്പെടുന്നത്. കാനാൻ ദേശത്തേക്കുള്ള യാത്രാമധ്യേ ഇസ്രായേൽ ജനം ജോർദാൻ നദി കടക്കുമ്പോൾ അവർക്കായി നദിയിലെ ജലം 2ആയി പിളർന്നു നിർത്തിയ ദൈവത്തിൻ്റെ അത്ഭുതകരമായ സംരക്ഷണത്തിനും കരുതലിനുമായി ഓരോ ഗോത്രങ്ങൾക്കും ഓരോ കല്ല് വീതമായി 12 സ്മാരക ശിലകൾ സ്ഥാപിക്കുന്ന ഇസ്രായേൽ ജനത്തെ രണ്ടാമത്തെ വായനയിൽ കണ്ടുമുട്ടുന്നു. വെളിപാടിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള മൂന്നാമത്തെ വായനയിൽ സ്വർഗീയ ജെറുസലേമിൻ്റെ ദൃശ്യം യോഹന്നാൻ ശ്ലീഹ നമുക്ക് വെളിപ്പെടുത്തുകയാണ്. ആദ്യ 2 വായനയിൽ സൂചിപ്പിക്കപ്പെട്ട 12 ഗോത്രങ്ങളും 12 സ്മാരക ശിലകളും സുവിശേഷത്തിൽ കണ്ടുമുട്ടുന്ന 12 അപ്പസ്തോലന്മാരുമെല്ലാം ഈ വായനയിലെ പ്രതിപാദ്യ വിഷയങ്ങളാണ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ വായനകളിലുടനീളം 12 എന്ന സംഖ്യയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നതായി നാം കാണുന്നുണ്ട്. ദൈവത്താൽ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട് മാറ്റി നിർത്തപ്പെട്ടവരുടെ സമൂഹമാണ് സഭ എന്ന് 12 എന്ന പൂർണ്ണ സംഖ്യ സൂചിപ്പിക്കുന്നു. ദൈവവചനത്തിലുടനീളം 12 എന്ന സംഖ്യയ്ക്ക് പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. 12 ഗോത്രങ്ങൾ, അടിസ്ഥാന ശിലകൾ, കവാടങ്ങൾ, ദൂതന്മാർ, രത്നങ്ങൾ, അപ്പസ്തോലന്മാർ എന്നിങ്ങനെ ഏകദേശം 187 തവണ 12 എന്ന സംഖ്യ കാണുവാൻ കഴിയും. ദൈവരാജ്യത്തിൻ്റെ അധികാരവും പൂർണ്ണതയും കാണിക്കുവാനും ദൈവിക പദ്ധതിയുടെ ആഴത്തിലുള്ള അടിത്തറ നമുക്ക് വ്യക്തമാക്കുവാനുമാണ് ഇത്. സുവിശേഷത്തിലൂടെ കണ്ണോടിക്കുമ്പോൾ അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്ത് വലിയ ദൗത്യത്തിനായി അവരെ അയക്കുന്ന ക്രിസ്തുവിനെയാണ് നാം കണ്ടുമുട്ടുക. സ്വർഗരാജ്യ പ്രഘോഷണത്തിനായി അവരെ അയക്കുമ്പോൾ ക്രിസ്തു കൃത്യമായി അവരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വിജാതിയുടെ അടുത്തേക്കല്ല, മറിച്ച് ഇസ്രായേൽ മക്കളുടെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് പോകുവിനെന്ന്. നഷ്ടപ്പെട്ടു പോയ ആടിനെ കണ്ടെത്തുവാനിറങ്ങുന്ന ഒരു നല്ല ഇടയൻ്റെ വാത്സല്യവും സ്നേഹവും ആ വാക്കുകളിലുണ്ട്. അപ്പോസ്തലന്മാരെ അയക്കുക മാത്രമല്ല, അവർക്ക് വേണ്ട കൃപകൾ കൂടി നിറച്ചാണ് ക്രിസ്തു അവരെ യാത്രയാക്കുക. ക്രൈസ്തവരായ നമ്മോട് ക്രിസ്തു ആവശ്യപ്പെടുക ഈ ഒരു പ്രഘോഷണമാണ്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന്. സ്നേഹമുള്ളവരെ, സ്വർഗരാജ്യ പ്രഘോഷണം ആണ് ഓരോ ക്രൈസ്തവൻ്റെയും ഉത്തരവാദിത്വം. വീടും നാടും ഉറ്റവരെയും ഉടയവരെയും വെടിഞ്ഞ് ദൂരദേശങ്ങളിൽ നടക്കുന്നത് മാത്രമല്ല സ്വർഗരാജ്യ പ്രഘോഷണം. മറിച്ച് നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ, സ്ഥലങ്ങളിൽ, സാഹചര്യങ്ങളിൽ ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുന്നതും അവൻ്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതും സ്വർഗരാജ്യ പ്രഘോഷണം തന്നെയാണ്. നഷ്ടപ്പെട്ടതിനെ അന്വേഷിച്ച് നാം ദൂരയാത്ര ചെയ്യേണ്ടതില്ല. നമ്മുടെ കുടുംബത്തിൽ, സമൂഹത്തിൽ, ഇടവകയിൽ, സഭയിൽ പോലും നഷ്ടപ്പെട്ടതിനെ കണ്ടെത്തിയാൽ അവരെ ചേർത്ത് പിടിക്കുവാനും ഉൾക്കൊള്ളുവാനും നമുക്കാവണം. പ്രിയപ്പെട്ടവരെ, ഇന്നലെ പെയ്ത മഴയിൽ പൊട്ടിമുളച്ച സംവിധാനമല്ല കത്തോലിക്കാ സഭ. ദൈവത്തിൻ്റെ വ്യക്തമായ പദ്ധതിയിൽ രൂപപ്പെട്ടതാണ് സഭയെന്ന് ഇന്നത്തെ വചനഭാഗങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. വിളിച്ചു ചേർക്കപ്പെട്ടവരുടെയും തെരഞ്ഞെടുക്കപ്പെട്ടവരുടെയും സമൂഹമാണ് സഭ. പ്രതിസന്ധികളെ അതിജീവിച്ചാണ് ഇന്നും മകുടം ചൂടി നിൽക്കുന്നത്. നൂറ്റാണ്ടുകളുടെ പേമാരിയെയും കൊടുങ്കാറ്റിനെയും അതിജീവിച്ച സഭ ഇനിയും ധീരമായി മുൻപോട്ട് പോകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുക്രിസ്തു നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.